തൃശൂരിലുണ്ടായ അപകടം ഞെട്ടിക്കുന്ന അപകടമാണ്. തൃശൂർ കുന്നംകുളം പാറയമ്പാടത്താണ് നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് നിരവധി വാഹനങ്ങളിൽ ഇടിച്ച് അപകടമുണ്ടായത്. 2 പേരുടെ മരണമാണ് ഉണ്ടായത്. വിദ്യാർത്ഥിനിയായ പോർക്കുളം സ്വദേശി റിയ ഫാത്തിമയും ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന അയ്യമ്പറമ്പ് സ്വദേശിനി തങ്കമണിയുമാണ് മരിച്ചത്. ബൈക്ക് യാത്രക്കാരനായ ജോപ്പിരിക്ക് ഗുരുതരമായി പരിക്കുമേറ്റു. കാറും ഓട്ടോറിക്ഷയും ഉൾപ്പെടെ 5 വാഹനങ്ങളിലാണ് ബസ് ഇടിച്ചത്. ബസ് അമിത വേഗത്തിലായിരുന്നുവെന്ന് അപകടത്തിൽപ്പെട്ട ഓട്ടോ ഡ്രൈവർ പറഞ്ഞു. നല്ല സ്പീഡായിരുന്നു വണ്ടിക്ക്. അതാണ് ഈ 80 കിലോമീറ്റർ 70 കിലോമീറ്ററാണ് ഗവർണർ വയ്ക്കുന്നവർക്ക്, 60-70 വയ്ക്കുന്നത്. ഈ 100 കിലോമീറ്റർ സ്പീഡിലേക്ക് പോയാൽ ഞങ്ങളെപ്പോലെ സാധാരണക്കാർ ചെറിയ ചെറിയ വണ്ടിക്കാരൊക്കെ എങ്ങനെ ജീവിക്കാം, എങ്ങനെ പോവുക റോട്ടിലൂടെ? അതാണ് വേറെ വിഷയം. ഇത് ആദ്യം നിർത്തണം. ഇത് ഉദ്യോഗസ്ഥന്മാരുടെ ഏറ്റവും പ്രശ്നമാണ്. അവരാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. ഈ വണ്ടി പോണത് പേടിച്ചിട്ട് ഇറങ്ങണ്ടോ എവിടെ പോയി ഞാനല്ലേ ഒരു കുഴപ്പമില്ലാതെ നല്ല പതുക്കെ ഇങ്ങനെ പോണ വണ്ടിയാണ്. അതിന് വന്ന് കിട്ടി. ഇപ്പം ഞാൻ അത് പണിയെടുക്കണമെങ്കിൽ ഒരു 10-20,000 രൂപ ഞാൻ ചിലവാക്കണം. ഷബാസ് അഹമ്മദ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ശരിയാണ്. ഷബാസ്, ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ്. തലനാരിടയ്ക്ക് ചില വാഹനങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷെ അപ്പോഴും 4-5 വാഹനങ്ങൾ ഇടിച്ചൊക്കെയാണ് ഈ ബസ് ആ മതിൽ തകർത്ത് അവിടേക്ക് ഇടിച്ചു കയറി നിൽക്കുന്നത്. അവിടെ നിന്ന് കാണാൻ കഴിയുന്ന പറയാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ഷബാസ്? മധു, വളരെ ഞെട്ടിക്കുന്ന ഒരു അപകടമാണ് തൃശൂർ കുന്നംകുളം പാറയമ്പാടത്ത് നടന്നിരിക്കുന്നത്. അമിത വേഗത്തിലെത്തിയ ഒരു ബസ് നിയന്ത്രണം വിട്ടുകൊണ്ട് നിരവധി വാഹനങ്ങളിൽ ഇടിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ മറ്റൊരു വീടിന്റെ മതിലിലേക്ക് ഇടിച്ചു കയറി ഇങ്ങനെ നിൽക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അപകടത്തിന്റെ ആഘാതം എത്രത്തോളം ഉണ്ട് എന്നത്. ബസ്സിന്റെ മുൻവശം ഏകദേശം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. കുറ്റിപ്പുറം ഭാഗത്ത് നിന്ന് തൃശൂർ റൂട്ടിൽ കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഈ കുറ്റിപ്പുറം ഭാഗത്ത് നിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്നു. ആ ദിശയിലാണ് ബസ് വന്നുകൊണ്ടിരുന്നത്. അതിന് എതിർ ദിശയിൽ വരികയായിരുന്ന വാഹനങ്ങളിലാണ് ഈ ബസ് ഇടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ ഒരു സ്വിഫ്റ്റ് കാറിൽ ഇടിക്കുന്നു. അതിന് പിന്നാലെ വന്ന ഓട്ടോറിക്ഷയിലും ഈക്കോ വാനിലും ഒരു ബൈക്കിലും അടക്കം ഇടിക്കുന്നു. അങ്ങനെ ആ ബസ് നിയന്ത്രണം വിട്ടുകൊണ്ട് തൊട്ടടുത്ത് എതിർവശത്തുണ്ടായിരുന്ന ഒരു വീടിന്റെ മതിലിലേക്ക് ഇടിച്ചു കയറിക്കൊണ്ട് നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. 2 പേരുടെ മരണത്തിനാണ് ഈ അപകടം ഇടയാക്കിയത്. ഈ കുന്നംകുളം പോർക്കുളം സ്വദേശി റിയ ഫാത്തിമ എന്ന 17-കാരിയാണ് ആദ്യം മരിച്ചത്. ഈ കുട്ടി ഈക്കോ വാഹനത്തിൽ സഞ്ചരിക്കുകയായിരുന്നു, സ്കൂൾ വിട്ട് പോവുകയായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ആ +2 വിദ്യാർത്ഥിയാണ് ആദ്യം മരിച്ചു എന്ന വിവരം വരുന്നത്. പിന്നാലെ ബൈക്ക് യാത്രക്കാരിയായ അയ്യമ്പറമ്പ് സ്വദേശിനി തങ്കമണി എന്നൊരു 50 വയസ്സുകാരി കൂടി മരിച്ചു എന്നൊരു വിവരം വരുന്നത്. അങ്ങനെ 2 പേരാണ് ഈ അപകടത്തിൽ മരിച്ചത്. ഈ പുരയിടത്തിലേക്ക് ഇടിച്ചു കയറുന്നത് അല്ലെ, പൂർണ്ണമായും അടിയിൽ പെട്ടുപോയി. തീർച്ചയായും അത് ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ബസ്സിന് എത്രത്തോളം വേഗത ഉണ്ടായിരുന്നു എന്നത്. ആ വാഹനങ്ങളൊക്കെ അടിച്ചെറിഞ്ഞുകൊണ്ട്, അതായത് ഒരു വശത്തേക്ക് ചരിച്ചിട്ടുകൊണ്ടാണ് ഈ ബസ് ഇത്തരത്തിൽ മതിലിന് മുമ്പിലേക്ക് ഇടിച്ചു കയറിക്കൊണ്ട് നിൽക്കുന്നത്. ആ ബൈക്ക് ഓടിച്ചിരുന്ന ജോബിൻ ജോർജിനാണ് ഗുരുതര പരിക്കേറ്റിരിക്കുന്നത്. ഇയാളെ തൃശ്ശൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് നിലവിൽ മാറ്റിയെന്നാണ് അറിയുന്നത്. ഈ ജോബിന്റെ ശ്വാസകോശത്തിനടക്കം പരിക്കുകൾ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെ ഈ ബൈക്കിൽ സഞ്ചരിച്ചിരുന്നവർക്ക് ഏകദേശം വലിയ പരിക്കുകൾ ഉണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാകുന്നത്. നമുക്ക് ആ CCTV ദൃശ്യങ്ങളും ഈ ബസ്സിന്റെ മുൻവശത്തുള്ള ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അപകടത്തിന്റെ ആഘാതം എത്രത്തോളം ഉണ്ട് എന്നത്. അതായത് ഈ റോഡ്, അത് നമുക്ക് ദൃശ്യങ്ങൾ നോക്കിയാൽ അറിയാം, ഈ റോഡിന് എതിർവശത്ത് കൂടി ആ വശത്ത് നിന്ന് കുറ്റിപ്പുറം ഭാഗത്ത് നിന്ന് ഈ കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ബസ്സാണ്. ഈ ഇടിച്ച മറ്റു വാഹനങ്ങളാകട്ടെ ഈ കുന്നംകുളത്ത് നിന്ന് കുറ്റിപ്പുറം ഈ റൂട്ടിൽ പട്ടാമ്പി റൂട്ടിൽ അങ്ങോട്ട് പോവുകയായിരുന്നു. അങ്ങനെ എതിർ ദിശയിൽ വരുന്ന 4ഓളം വാഹനങ്ങളിലാണ് ഈ ബസ് ഇടിച്ചു കയറി ഇങ്ങനെ മറ്റൊരു വശത്തേക്ക്, അതായത് ബസ് വന്നിരുന്നതിന്റെ എതിർ ദിശയിലുള്ള വീടിന്റെ മതിലിലേക്ക് ഇങ്ങനെ ഇത്തരത്തിൽ ഇടിച്ചു കയറി. എന്നാലും വലിയൊരു അപകടമാണ്. നാട്ടുകാരൊക്കെ പറയുന്നത് അമിത വേഗമാണ് ഇവിടെയുള്ള ബസ്സുകാരൊക്കെ പോകുന്നത്, അതായത് അമിത വേഗതയിലാണ് അവർ സഞ്ചരിക്കുന്നത്. അതാണ് ഇത്തരത്തിലൊരു അപകടത്തിന് കാരണം. എന്തായാലും ആ CCTV ദൃശ്യങ്ങൾ കാണുമ്പോൾ അറിയാം ബസ് ഒരു കാറിനെ ഓവർടേക്ക് ചെയ്ത് വരികയായിരുന്നു. അതിനിടയിലാണ് ബസ്സിന് പെട്ടെന്ന് നിയന്ത്രണം നഷ്ടമാകുന്നു. ബസ് ഈ റോഡിന് പൂർണ്ണമായും നടുവിലായിരുന്നു. മറ്റൊരു ദിശയിലേക്ക് കയറാനുള്ള ശ്രമത്തിനിടെയാണ് ഇങ്ങനെ നിയന്ത്രണം നഷ്ടമാകുന്നത്. അങ്ങനെ ആ ബസ്സിന് നിയന്ത്രണം നഷ്ടമായി എതിർ ദിശയിൽ വന്ന ബസ്സുകളിലേക്ക് ഇടിച്ചു കയറി വലിയൊരു അപകടം ഉണ്ടാകുന്നു. എന്തായാലും ഈ പരിക്കേറ്റവരുടെയൊക്കെ നില അതീവ ഗുരുതരമാണ് എന്നാണ് അറിയുന്നത്. കാരണം 10-ലധികം പേർക്ക് ആ പരിക്കേറ്റിട്ടുണ്ട്. അതിൽ 4-5 പേരുടെയൊക്കെ നില ഗുരുതരമാണ്. ഈ ഈക്കോ വാഹനത്തിൽ ഉണ്ടായിരുന്നവരുടെ ഒപ്പം തന്നെ ഈ ബൈക്കിൽ സഞ്ചരിച്ചിരുന്നവരൊക്കെ നിലയാണ് ഗുരുതരമായി തുടരുന്നത്. അവരൊക്കെ വിവിധ ആശുപത്രികളിലേക്ക് നിലവിൽ മാറ്റിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. എന്തായാലും ഉച്ചയ്ക്ക് 2:30 കൂടിയാണ് കുന്നംകുളത്ത് ഈ വാഹനങ്ങൾ വരുന്നത്, ബസ്സുകൾ അടക്കം വരുന്നത് അമിത വേഗത്തിലാണ് എന്ന പരാതി നാട്ടുകാർക്ക് എല്ലാവർക്കും ഉണ്ട്.
തീർച്ചയായും അത് നാട്ടുകാർ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം അതാണ്. നേരത്തെ നമ്മൾ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ആളുകളോടൊക്കെ സംസാരിച്ചിരുന്നു. അവരൊക്കെ പറയുന്ന കാര്യം അതാണ്. ചേട്ടാ ഈ ഉണ്ടായിരുന്നു ഇവിടെ അപകട സമയത്ത്? ഇല്ല, ഞങ്ങളില്ല. സ്പീഡഞ്ഞ വണ്ടിക്ക് ഒരു സംശയമില്ലല്ലോ. ഓടുക്കുന്ന സ്പീഡ് ഞങ്ങൾക്ക് റോഡന്നെ ക്രോസ് ചെയ്യാൻ പറ്റില്ല. അവിടെ മിക്ക ദിവസം ഇല്ല. ബസ്സുകളൊക്കെ നല്ല speed ആണ്. ബസ്സുകളോട് ഒടുക്കത്തെ സ്പീഡാ. ഇവിടെ ഒരു 2 ആഴ്ച മുന്നേ ഇവിടെ ആ ബാറിന്റെ നേരെ മുന്നിൽ തെന്നിയിട്ട് അപ്പുറത്തേക്ക് പോയി. എന്തോ വൈദ്യത്തിന് ഒരു വണ്ടിക്കാരൻ സ്കൂട്ടറുകാരൻ മരിച്ചു. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാ. സമയം പേടിക്കാതെ റോട്ടിലേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നുള്ള രക്ഷയില്ല. അപ്പൊ നമുക്കൊന്ന് റോഡൊന്ന് മുറിഞ്ഞ് കിടക്കണമെങ്കിൽ നമ്മള് അത്യാവശ്യം ബുദ്ധിമുട്ട് തന്നെയാണ്. അത് വളരെ ബൈക്കിൽ സഞ്ചരിക്കുന്ന ആളാണ്. അതെ അപ്പോൾ ഭയങ്കര പേടിച്ചായിരിക്കും. അതെ ഈ റോഡ് നമ്മൾക്ക് അങ്ങോട്ടൊന്ന് പാസ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഒരു ചുരുങ്ങിയൊരു 20 മിനിറ്റ് 30 മിനിറ്റ് എങ്കിലും ഈ സൈഡിൽ നമ്മളിപ്പോൾ ഒരു ഷോപ്പ് നടത്തുന്ന ആളാണ്. അപ്പോൾ നമുക്ക് അപ്പുറത്തെ അയ്യപ്പത്തെ റോഡിലൂടെ അങ്ങനെ പാസ് ചെയ്യണമെങ്കിൽ ചുരുങ്ങിയതൊരു അരമണിക്കൂർ നേരം നിന്നേ പറ്റൂ. സ്ഥിരമായി കുറ്റിപ്പുറം ഈ റൂട്ടിലൊക്കെ ഓടുന്ന സ്ഥിരമായ എല്ലാ ബസ്സുകളും എല്ലാ ബസ്സുകളും എവിടെയൊക്കെ തട്ട കൂടുതൽ ലിമിറ്റഡ് വണ്ടികളാണ് കൂടുതൽ. അവർ പെട്ടച്ച് വിട്ടു. അവരൊന്നും ബാസിലെ ബസ്സുകാരൊക്കെ നമുക്ക് കുറച്ച് ഇതുണ്ട്. പക്ഷെ ഇവര് ഒരു രക്ഷയില്ല. അതാണ് മധു പറയുന്നത് വളരെ വ്യക്തമാണ്. ഈ കുറ്റിപ്പുറം തൃശ്ശൂർ റൂട്ടിലൊക്കെ ഓടുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ അവർ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുന്നത്. അവർ നിരവധി അപകടങ്ങൾ ഇതിനു മുമ്പ് തന്നെ പല ഭാഗത്ത് ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ റോട്ടിലേക്ക് ഇറങ്ങാൻ പേടിയാണ് എന്ന് നാട്ടുകാർ പറയുമ്പോൾ തന്നെ അതിലെ കാര്യങ്ങൾ ഏകദേശം വ്യക്തമാണ്. അത്രത്തോളം ഭയാനകമായ ഒരു സ്ഥിതിയാണുള്ളത്. കാരണം ബസ്സുകൾ നിരത്തിലൂടെ പാഞ്ഞു പോകുക എന്ന് തന്നെ പറയേണ്ടി വരും. അത്തരത്തിൽ പാഞ്ഞു പോകുന്ന ബസ്സുകൾക്കിടയിലേക്ക് ഇരുചക്ര വാഹന യാത്രക്കാർക്ക് ഇറങ്ങാൻ ഭയമാണ്, കാൽനട യാത്രക്കാർക്ക് ഇറങ്ങാൻ ഭയമാണ് എന്നൊക്കെയാണ് ഈ നാട്ടുകാർ കൃത്യമായി പറയുന്നത്. ഓരോ നാട്ടുകാരനോട് ചോദിക്കുമ്പോഴും വ്യക്തമായി പറയുന്ന കാര്യം അത് തന്നെയാണ്. ഈ ബസ്സുകൾക്കുള്ള അമിത വേഗതയുടെ കാര്യം തന്നെയാണ്. ചേട്ടാ ഉണ്ടായിരുന്നു അപകട സമയത്ത് ഉണ്ടായിരുന്നോ? ഇല്ല. ഈ ബസ്സുകൾ അമിത വേഗത തന്നെയാണ്. അതെ, അമിത വേഗതയിൽ വന്ന ബസ്സാണ്. സ്പീഡ് നല്ലതായിരുന്നു. സ്പീഡ്, ഓവർ സ്പീഡ്. അതാണല്ലോ അത്രയും വണ്ടികളെ ഇടിച്ച് തകർത്തിട്ട് വരുന്നത്. ഇത്തരം ഡ്രൈവർമാരുടെ ലൈസൻസ് കട്ടാക്കുകയാണ് വേണ്ടത്. എന്നാലാണ് ഇവിടെ ഈ വേഗത. ഇത് ഇടിച്ചു കൊല്ലണു, കുറച്ച് എത്ര കഴിഞ്ഞാൽ കണ്ടാലും പഠിക്കില്ല എന്നുള്ളതാണ്. നോക്കൂ, ആ വയോധികനായ മനുഷ്യൻ പറയുന്നത് ലൈസൻസ് കട്ടാക്കുകയാണ് വേണ്ടതെന്ന്.